BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ഐമാക് കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com. നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനു കൃഷ്ണ. ആധുനികീകരണ പദ്ധതിയുടെ ബാപ്കോയുടെ ഉൽപാദന ശേഷി പ്രതിദിനം 4 കോടി ബാരലായി ഉയർന്നു. 42% വർധനയാണിത്. എണ്ണ ശുദ്ധീകരണ മേഖലയിൽ ഉൽപാദന ശേഷിയിലുണ്ടായ വൻ വർധന ബഹ്റൈനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം മുന്നേറ്റമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തൽ. ബാപ്കോ ആധുനീകരണ പദ്ധതി ബഹ്റൈൻ രാജാവ് ഹമദ് ബിൻ ഈസൽ ഖലീഫയാണ് കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തത്. രാജ്യത്തിലെ ഊർജ്ജ മേഖലയുടെ പരിവർത്തനത്തിന് ഇത് വഴിതെളിയിക്കുമെന്നും ബാപ്കോ എനർജി ചീഫ് എക്സിക്യൂട്ടീവ് ഓഫീസർ മാർക്ക് തോമസ് വ്യക്തമാക്കി. എണ്ണ ശുദ്ധീകരണത്തിൽ ബഹ്റൈന്റെ ഉൽപാദനശേഷി വർദ്ധിപ്പിക്കുന്നതിനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് പദ്ധതി. ദേശീയ സമ്പദ് വ്യവസ്ഥയ്ക്ക് ഉത്തേജനം നൽകുകയും വരുമാനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്ന പദ്ധതിയെ സാമ്പത്തിക ലോകം വളരെയധികം പ്രതീക്ഷയോടെയാണ് കാണുന്നത്. ഇത് പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാനും ഇടയാക്കും. പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ ഗുണനിലവാരം മെച്ചപ്പെടുത്താനും നവീകരണത്തിലൂടെ സാധിക്കും. മുൻനിര നിക്ഷേപ കേന്ദ്രമെന്ന നിലയിൽ ബഹ്റൈന്റെ സ്ഥാനം ഉയർത്തുന്നതിനും പുതിയ സംരംഭം സഹായിക്കും. അത്യാധുനിക സാങ്കേതിക വിദ്യകൾ ഉൾക്കൊള്ളുന്ന മേഖലയിലെയും ആഗോളതലത്തിലെയും ഏറ്റവും നൂതനമായ റിഫൈനറികളിലും ഒന്നായി ഇതോടെ ബാപ്കോ മാറിയിട്ടുണ്ട്. രാജ്യത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ മൂലധന നിക്ഷേപമാണ് സുപ്രധാനമായ ഈ പദ്ധതി. 15 സബ്സ്റ്റേഷനുകളും 21 പുതിയ പ്രോസസിംഗ് യൂണിറ്റുകളും അടങ്ങുന്ന പദ്ധതി പ്രാദേശിക പങ്കാളികൾക്കൊപ്പം പ്രമുഖ കമ്പനികളുടെ ആഗോള കൺസോർഷ്യമാണ് നടപ്പാക്കിയത്. വീട്ടുജോലിക്കാരിയെ ശമ്പളമില്ലാതെ ജോലിയെടുപ്പിക്കുകയും തൊഴിൽ വ്യവസ്ഥകൾ പാലിക്കാതിരിക്കുകയും ചെയ്ത സ്ത്രീക്ക് ഹൈക്രിമിനൽ കോടതി ശിക്ഷ വിധിച്ചു. പ്രതിക്ക് 3 വർഷം തടവും 2000 ദിനാർ പിഴയുമാണ് വിധിച്ചത്. ഇരയെ സ്വന്തം രാജ്യത്തേക്ക് തിരിച്ചയക്കുന്നതിനുള്ള ചെലവ് വഹിക്കാനും കോടതി ഉത്തരവിട്ടു. നിർബന്ധിത ജോലിക്ക് നിയോഗിച്ച് യുവതിയെ പ്രതി ചൂഷണം ചെയ്തതുമായി ബന്ധപ്പെട്ട ലേബർ മാർക്ക് റെഗുലേറ്ററി അതോറിറ്റിയിൽ നിന്ന് പ്രോസിക്യൂഷന് റിപ്പോർട്ട് ലഭിച്ചു. ഇരയെ ഒരു അവധി പോലും നൽകാതെ ദീർഘനേരം ജോലിക്ക് വിധേയമാക്കിയതായും റിപ്പോർട്ടിൽ പറഞ്ഞു. പബ്ലിക് പ്രോസിക്യൂഷൻ ഉടൻ തന്നെ അന്വേഷണം നടത്തുകയും ഇരയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. നടപടിക്രമങ്ങളുടെ ഭാഗമായി മനുഷ്യക്കടത്തിനെതിരായ ദേശീയ സമിതി നിയന്ത്രിക്കുന്ന അഭയ കേന്ദ്രത്തിൽ ഇരയെ പാർപ്പിക്കുകയും ചെയ്തു. 2 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഇന്ത്യൻ സ്കൂൾ ഒരുക്കിയ സാംസ്കാരിക മേളയ്ക്ക് വൻ ജനപങ്കാളിത്തം. വൻ ജനാവലി ഇസ ടൗണിലെ സ്കൂൾ ഗ്രൗണ്ടിലേക്ക് ഒഴുകിയെത്തി. നേരിയ തണുപ്പ് വകവയ്ക്കാതെ എത്തിയ വലിയൊരു ജനസഞ്ചയത്തെ ആകർഷിക്കാൻ ഇന്ത്യൻ സ്കൂൾ സമൂഹത്തിന്റെ ഒത്തൊരുമയിലൂടെ സാധിച്ചു. ഇന്ത്യൻ സ്കൂൾ ഗ്രൗണ്ടിൽ നടന്ന മേള നാടിന്റെ സാംസ്കാരിക വൈവിധ്യവും കലാപരമായ കഴിവും ആഘോഷിക്കാൻ ഒരു വേദിയായി. ആവേശത്തോടെയും ഐക്യത്തോടെയും രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും അധ്യാപകരും അഭ്യുദയകാംക്ഷികളും മേള വിജയിപ്പിക്കാൻ രംഗത്തിറങ്ങിയിരുന്നു. ഇന്ത്യൻ അംബാസിഡർ വിനോദ് കെ ജേക്കബ് മേള ഉദ്ഘാടനം ചെയ്തു. തൊഴിൽ മന്ത്രാലയം അസിസ്റ്റന്റ് അണ്ടർ സെക്രട്ടറി അഹമ്മദ് അൽ ഹൈക്കി, പ്രൈവറ്റ് എഡ്യൂക്കേഷൻ ഡയറക്ടർ ലുൽവ ഗസൻ അൽ മുഹന്ന, വിദ്യാഭ്യാസ മന്ത്രാലയം റിസ്ക് അസസ്മെന്റ് ആൻഡ് ലീഗൽ അഫയേഴ്സ് ഡയറക്ടർ റീം അംബോദ് അൽ സനായി, ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് ട്രാഫിക് ക്യാപ്റ്റൻ ഗുലൂദ് യഹ്യ ഇബ്രാഹിം, ലഫ്റ്റനന്റ് ജനറൽ ഷെയ്ഖ് മുഹമ്മദ് അൽ ഖലീഫ, ഖത്തർ എഞ്ചിനീയറിംഗ് ലബോറട്ടറീസ് ചെയർമാനും ജനറൽ മാനേജറുമായ KG ബാബുരാജൻ, അമാദ് ബൈദ് ഇലക്ട്രിക്കൽ മാനേജിംഗ് ഡയറക്ടർ പമ്പ വാസൻ നായർ, ICRF ചെയർമാൻ അഡ്വക്കേറ്റ് VK തോമസ്, ഇന്ത്യൻ സ്കൂൾ ചെയർമാൻ അഡ്വക്കേറ്റ് ബിനു മണിൽ വർഗീസ്, സെക്രട്ടറി V രാജപാണ്ഡ്യൻ, സ്റ്റാർ വിഷൻ ഇവന്റ്സ് ചെയർമാനും CEOയുമായ സേതുരാജ് കടക്കൽ, സ്കൂൾ വൈസ് ചെയർമാനും സ്പോർട്സ് അംഗവുമായ ഡോക്ടർ മുഹമ്മദ് ഫൈസൽ, അസിസ്റ്റന്റ് സെക്രട്ടറിയും അക്കാദമിക അംഗവുമായ രഞ്ജിനി മോഹൻ, ഭരണസമിതി അംഗങ്ങൾ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ബഹ്റൈന്റെ 53ാം ദേശീയ ദിനം വെളിച്ചം വിളിയങ്കോട് ആഘോഷിച്ചു. അസ്രിയിൽ നടന്ന പരിപാടിയിൽ ബഹ്റൈൻ ഗാനാലാപനവും അനുസ്മരണങ്ങളും നടന്നു. വെളിച്ചം ബഹ്റൈൻ എക്സിക്യൂട്ടീവ് അംഗങ്ങൾ സന്നിഹിതരായിരുന്നു. സ്വദേശി വിദേശി വ്യത്യാസമില്ലാതെ രാജ്യത്തെ മുഴുവൻ ജനങ്ങളെയും പരിപാലിക്കുന്ന ബഹ്റൈൻ ഭരണകൂടത്തിനുള്ള കൃതജ്ഞത കൂട്ടായ്മയ്ക്ക് വേണ്ടി പ്രസിഡന്റ് അമീൻ വിളിയങ്കോട് രേഖപ്പെടുത്തി. ജനറൽ സെക്രട്ടറി ബഷീർ തറയിൽ, പ്രോഗ്രാം കോർഡിനേറ്റർ ഇസ്മത്തുള്ള TA, വെളിച്ചം വിളിയങ്കോട് ചാരിറ്റി കൺവീനർ നസീർ PPA എന്നിവർ നേതൃത്വം നൽകി. ക്യാൻസർ രോഗികൾക്ക് കീമോതെറാപ്പി ചികിത്സയുടെ ഭാഗമായി മുടി കൊഴിയുമ്പോൾ ഉപയോഗിക്കാനായി വിഗ് ഉണ്ടാക്കാൻ ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് തന്റെ മുടിയുടെ ഭാഗം ദാനം നൽകി നക്ഷത്ര സുധീഷ് മാതൃകയായി. മലപ്പുറം മോതലൂർ സ്വദേശി സുധീഷിന്റെയും സുബിതയുടെയും മകളായ നക്ഷത്ര ഇന്ത്യൻ സ്കൂളിലെ 4ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി ട്രഷറർ യൂസഫ് ഫക്രു, സെക്രട്ടറി ഫാത്തിമ അൽഖാൻ എന്നിവർക്ക് മാതാപിതാക്കളോടൊപ്പം ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിയിൽ വെച്ച് മുടി കൈമാറി. ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി അഫിലിയേറ്റഡ് ചെയ്ത് പ്രവർത്തിക്കുന്ന ക്യാൻസർ കെയർ ഗ്രൂപ്പ്
പൈ മാതാപിതാക്കൾ ബന്ധപ്പെട്ടാണ് മകൾക്ക് ഇത്തരത്തിൽ മുടി നൽകാനുള്ള താല്പര്യമുണ്ടെന്ന് അറിയിച്ചത്. ചുരുങ്ങിയത് 21 സെന്റിമീറ്റർ നീളത്തിൽ മുടി മുറിച്ചെടുത്ത് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റിക്ക് ഇത്തരത്തിൽ നൽകാൻ താല്പര്യമുള്ളവർക്ക് ക്യാൻസർ കെയർ ഗ്രൂപ്പ് ജനറൽ സെക്രട്ടറി KT സലീമിനെ 33750999 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. തികച്ചും സൗജന്യമായാണ് ബഹ്റൈൻ ക്യാൻസർ സൊസൈറ്റി കുട്ടികളടക്കമുള്ള ക്യാൻസർ രോഗികൾക്ക് വിഗ് നൽകി വരുന്നത്. ശബരിമലയിൽ മണ്ഡലപൂജയ്ക്ക് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്ര സന്നിധിയിൽ നിന്ന് പുറപ്പെട്ടു. ശരണം വിളികൾ മുഴങ്ങി ഭക്തിസാന്ദ്ര അന്തരീക്ഷത്തിൽ ഞായറാഴ്ച രാവിലെ 7:00 തിരുവിതാംകൂർ മഹാരാജാവ് നടുക്കുവെച്ച തങ്ക അങ്കിയും വഹിച്ചുള്ള ഘോഷയാത്ര പുറപ്പെട്ടത്. ഘോഷയാത്രയ്ക്ക് 29 ഇടങ്ങളിൽ സ്വീകരണം നൽകും. ബുധനാഴ്ച ഉച്ചയോടെ ഘോഷയാത്ര പമ്പയിലും വൈകിട്ട് 6 മണിക്ക് സന്നിധാനത്തും എത്തും. തുടർന്ന് വൈകിട്ട് 6:30 തങ്കഅങ്കി ചാർത്തിയുള്ള ദീപാരാധന നടക്കും. മണ്ഡലകാല ഉത്സവത്തിലെ പ്രധാന ചടങ്ങായ മണ്ഡലപൂജ 26 ഉച്ചയ്ക്ക് 12-നും 12:30 മധ്യേ നടക്കും. തുടർന്ന് രാത്രി 11 ഹരിവരാസനം പാടി നട അടയ്ക്കുന്നതോടെ 41 ദിനങ്ങൾ നീണ്ടുനിന്ന മണ്ഡലകാല ഉത്സവത്തിന് പരിസമാപ്തി കുറിക്കും. മകരവിളക്ക് ഉത്സവത്തിനായി 30 വൈകിട്ട് 5 മണിക്ക് നട വീണ്ടും തുറക്കും. അതേസമയം ശബരിമലയിൽ തീർത്ഥാടകരുടെ വൻ തിരക്ക് കണക്കിലെടുത്ത് മണ്ഡലപൂജയുടെ പ്രധാന ദിവസങ്ങളായ ഡിസംബർ 25-നും 26-നും വെർച്വൽ ക്യൂവിന്റെ എണ്ണം കുറച്ചു. കൂടാതെ സ്പോട്ട് ബുക്കിംഗും ഒഴിവാക്കി. തങ്കഅങ്കി ഘോഷയാത്ര സന്നിധാനത്ത് എത്തി ദീപാരാധന നടക്കുന്ന 25-ന് വെർച്വൽ ക്യൂ 54,444 പേർക്ക് മാത്രമായാണ് കുറവ് വരുത്തിയത്. മണ്ഡലപൂജ നടക്കുന്ന 26-ന് 60,000 പേർക്കാണ് ദർശനത്തിന് അവസരമുള്ളത്. സാധാരണ ദിവസങ്ങളിൽ വെർച്വൽ ക്യൂവിന്റെ എണ്ണം 70,000 ആയിരുന്നു. ഇതിനു പുറമെ ദർശനത്തിന് വരുന്ന എല്ലാവർക്കും സ്പോട്ട് ബുക്കിംഗും അനുവദിച്ചിരുന്നു. ഓൺലൈൻ ഷെയർ ഇടപാടിൽ ലക്ഷങ്ങളുടെ ലാഭം വാഗ്ദാനം ചെയ്ത പിറവം സ്വദേശിയിൽ നിന്ന് 39,80,000 രൂപ തട്ടിയ കേസിൽ ഒരാൾ അറസ്റ്റിൽ. തൃശൂർ പോട്ട പഴമ്പിള്ളി പുല്ലൻ വീട്ടിൽ നബിനെയാണ് ആലുവ സൈബർ പോലീസ് സ്റ്റേഷൻ ടീം അറസ്റ്റ് ചെയ്തത്. ഓൺലൈൻ ഷെയർ ട്രേഡിംഗിലൂടെ വൻ ലാഭമാണ് തട്ടിപ്പ് സംഘം വാഗ്ദാനം ചെയ്തത്. ഫേസ്ബുക്കിൽ പരസ്യം കണ്ടാണ് പിറവം സ്വദേശി ഇവരുമായി ബന്ധപ്പെടുന്നത്. പുതുതായി തുടങ്ങുന്ന IPOകളിൽ പണം നിക്ഷേപിച്ചാൽ 2 ഇരട്ടിയോ അതിലേറെയോ ലാഭം ലഭിക്കുമെന്നായിരുന്നു വാഗ്ദാനം. ഇതിൽ വിശ്വസിച്ച ഇയാൾ ഏപ്രിലിൽ വിവിധ ദിവസങ്ങളിലായി സംഘത്തിന്റെ വിവിധ അക്കൗണ്ടുകളിലേക്ക് പണം നിക്ഷേപിക്കുകയായിരുന്നു. അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ ADGP MR അജിത് കുമാറിന് വിജിലൻസിന്റെ ക്ലീൻ ചിറ്റ്. അജിത് കുമാറിനെതിരെ PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ കഴമ്പില്ലെന്നാണ് വിജിലൻസിന്റെ റിപ്പോർട്ട്. അനധികൃത സ്വത്ത് സമ്പാദനം, കവടിയാറിലെ ആഡംബര വീട് നിർമ്മാണം, കുറുവൻകോണത്തെ ഫ്ളാറ്റ് വിൽപ്പന, മലപ്പുറം SP-യുടെ ക്യാമ്പ് ഓഫീസിലെ മരമുറി എന്നീ ആരോപണങ്ങളിലാണ് ADGPക്ക് വിജിലൻസ് ക്ലീൻ ചിറ്റ് നൽകിയത്. അജിത് കുമാറിന് സ്വർണ്ണക്കടത്തുമായി ബന്ധിപ്പിക്കുന്ന ഒരു തെളിവും കണ്ടെത്താനായിട്ടില്ല. കുറുവൻകോണത്തെ ഫ്ളാറ്റ് ഇടപാടിലും ക്രമക്കേട് നടന്നിട്ടില്ലെന്നാണ് റിപ്പോർട്ട്. കവടിയാറിലെ വീട് നിർമ്മാണം ബാങ്ക് വായ്പ എടുത്താണെന്നും വിജിലൻസ് കണ്ടെത്തി. വീട് നിർമ്മാണം സ്വത്ത് വിവരണ പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അന്തിമ റിപ്പോർട്ട് 2 ആഴ്ചയ്ക്കകം DGPക്ക് കൈമാറും. അനധികൃത സ്വത്ത് സമ്പാദനവും കെട്ടിട നിർമ്മാണവും ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലായിരുന്നു ADGPക്കെതിരായ വിജിലൻസ് അന്വേഷണത്തിന്റെ പരിധിയിലുണ്ടായിരുന്നത്. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങളിൽ DGP നടത്തിയ അന്വേഷണത്തെ തുടർന്നാണ് സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചത്. തനിക്കെതിരായ ആരോപണങ്ങളുമായി ബന്ധപ്പെട്ട ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ, ലോൺ വിവരങ്ങൾ, കവടിയാറിലെ വീട് നിർമ്മാണവുമായി ബന്ധപ്പെട്ട രേഖകൾ തുടങ്ങിയവ വിജിലൻസിന് കൈമാറിയിരുന്നു. ആരോപണത്തിന് പിന്നിൽ മതമൗലികവാദികളാണെന്നും പ്രത്യേക ലക്ഷ്യങ്ങളോടെയാണ് തനിക്കെതിരെ ആരോപണങ്ങൾ ഉയർന്നതെന്നും അജിത് കുമാർ ആരോപിച്ചിരുന്നു. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. BMC റേഡിയോ മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് iMac കൊച്ചിൻ കലാഭവൻ. കലാവിദ്യാർത്ഥികൾക്ക് പ്രിയപ്പെട്ട ബഹ്റൈനിലെ കലാകേന്ദ്രം. കൂടുതൽ വിവരങ്ങൾക്കായി സന്ദർശിക്കൂ www.bahrainmediacity.com.